ഹർജി അടിയന്തരമായി കേൾക്കണം എന്ന് ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുകയാണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെയാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. വഖഫ് ബോർഡാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് വഖഫ് ബോർഡ് അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയാണല്ലോ, വിശദവിവരങ്ങൾ എന്താണ്? ഇന്ന് രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ ഈ വഖഫ് ബോർഡ് കേസ് അടിയന്തരമായി കേൾക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് വഖഫ് ബോർഡും അതുപോലെ തന്നെ വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസിയും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഹർജിയിൽ അടിയന്തര വാദം കേൾക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം കേരള ഹൈക്കോടതി വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ഭാഗികമായി നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് വഖഫ് ബോർഡ് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ നിലവിലെ കമ്മിറ്റിക്കെതിരെ യാതൊരു തരത്തിലുള്ള ആരോപണങ്ങളും മറ്റുമില്ല. ഈ സാഹചര്യത്തിൽ കേരള ഹൈക്കോടതിയുടെ വിധി നീതീകരിക്കപ്പെടുന്നതല്ല എന്നാണ് ഈ ഹർജികളിൽ വഖഫ് ബോർഡും ഉമർ ഫൈസിയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ചീഫ് ജസ്റ്റിസ് ഈ കേസ് എപ്പോൾ കേൾക്കണം എന്നതിനെ സംബന്ധിച്ച് ഇന്ന് രാവിലെ 10:30 തീരുമാനമെടുക്കുന്നതായിരിക്കും. ശരി, ബി ബാലഗോപാലാണ് ടെലിഫോൺ ലൈനിൽ വിവരങ്ങൾ പങ്കുവച്ചത്. എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം, ഹർജി പരിഗണിക്കണം എന്നതാണ് വഖഫ് ബോർഡ് ആവശ്യപ്പെടുന്നത്.